ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ RRB NTPC നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു, പലരുടെയും നടക്കാൻ പോകുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഫേസ് ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ജാനുവരി 16 മുതൽ ജാനുവരി 30 വരെ ഏകദേശം 25 ലക്ഷത്തോളം സ്റ്റുഡൻസിനായിട്ട്, ആസ്പിറൻസിനായിട്ട് RRB NTPCയുടെ സെക്കൻഡ് ഫേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് RRBയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ അവർ തേർഡ് ഫേസിൻ്റെ എക്സാം ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയുടെയോ ട്രിവാൻഡ്രത്തിൻ്റെയോ RRBയുടെ സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടില്ല. പക്ഷേ കൊൽക്കത്ത RRBയുടെ സൈറ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. RRBയുടെ സൈറ്റിൽ തന്നെ വന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. തേർഡ് ഫേസിൻ്റെ ഡേറ്റ് ആയിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 31/1/2021 മുതൽ, അതായത് നമ്മുടെ ജാനുവരി 31 മുതൽ ഫെബ്രുവരി 12 വരെയാണ്. നമുക്കറിയാം കറൻ്റ്ലി ഓൺ ഗോയിങ് ആയിട്ടുള്ള സെക്കൻഡ് ഫേസ് 16 മുതൽ 30 വരെയാണ് നടക്കുന്നത് അല്ലേ. തൊട്ടടുത്ത ദിവസം തന്നെ, ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RRB മൂന്നാമത്തെ ഫേസ് CBT 1 എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാം ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 28 ലക്ഷത്തോളം കാൻഡിഡേറ്റ്സ് എഴുതുന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മൂന്നാമത്തെ ഫേസിൽ എഴുതുമെന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്, സാധാരണ പോലെ തന്നെയാണ്. എക്സാം സിറ്റി അറിയാനുള്ളത്, എക്സാം സിറ്റിയും ഡേറ്റും അറിയാനുള്ള ലിങ്ക് 10 ദിവസങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 31 തുടങ്ങും. സോ 21 മുതൽ എന്ത് ചെയ്യും, അത് അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ എക്സാം സിറ്റിയും ഡേറ്റും ഒക്കെ അറിയുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, അങ്ങനെ അറിഞ്ഞാൽ കൂടി എന്തറിയാൻ പറ്റില്ല, എക്സാക്ട്ലി എക്സാം സെൻറ്റർ എവിടെയാണെന്നും ഏത് ഷിഫ്റ്റ് ആണെന്നും എപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ കോൾ ലെറ്റർ വരുമ്പോൾ 4 ദിവസം മുമ്പ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജാനുവരി 31 RRB NTPCയുടെ രണ്ടാം ഫേസ് തീരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. 12 വരെയാണ്. ഏകദേശം 28 ലക്ഷം കാൻഡിഡേറ്റ്സിനാണ് നടക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് നാളെ മുതൽ നിങ്ങൾക്ക് എക്സാം സിറ്റി ആൻഡ് ഡേറ്റ് അറിയാൻ പറ്റും. 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു ദിവസം എക്സാം സിറ്റി ആൻഡ് ഡേറ്റ് നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ, എക്സാം ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്തും കിട്ടും, ഈ കോൾ ലെറ്ററും കിട്ടും എന്നുള്ളതാണ്. ഈ കോൾ ലെറ്ററും എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചെയ്തിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. എക്സാം ഡേറ്റ് എന്നാണോ അതിന് 4 ദിവസം തൊട്ട് മുമ്പ് എന്ത് ചെയ്യാനും പറ്റും, ഈ കോൾ ലെറ്റർ. അതിലാണ് എന്തുണ്ടാവുക, നമ്മുടെ എക്സാം സെൻറ്റർ എക്സാക്ട്ലി എവിടെയാണ്, ഏത് കോളേജിലാണ് അല്ലെങ്കിൽ ഏത് സെൻറ്ററിലാണ് എന്നുണ്ടാവുക. ഒപ്പം നിങ്ങളുടെ ഷിഫ്റ്റും ഒക്കെ എപ്പോഴാണ് അറിയാൻ പറ്റുക, അതിലാണ് അറിയാൻ പറ്റുക. ബാക്കി കാര്യങ്ങളെല്ലാം സാധാരണ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. അറിയിക്കേണ്ട കാൻഡിഡേറ്റ്സിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം എന്തായാലും കാൻഡിഡേറ്റ്സിനെ അറിയിക്കും. സബ്സിക്വൻറ്റ് ഫേസസിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് ഏകദേശം നമുക്കറിയാം 1.25 കോടി കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിലിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 25 ലക്ഷം വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഷിഫ്റ്റ് കൂടി കഴിയുമ്പോൾ ഏകദേശം 75 ലക്ഷം കുട്ടികളിൽ എന്ത് കഴിയും, പരീക്ഷ കഴിയും. ബാക്കി 50 ലക്ഷം. അപ്പോൾ ഒരു 2 ഫേസ് കൂടി ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഹെൽപ്പ് ഡെസ്ക് സാധാരണ പോലെ ഉണ്ട്, പ്രത്യേകിച്ച് അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ല. റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നല്ലൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസ് ഒന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പൊതുവേ അറിഞ്ഞത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യം വീണ്ടും RRB സാധാരണ പോലെ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്തിനും ഇവരെ മാത്രം വിശ്വസിക്കുക, RRBയെ മാത്രം വിശ്വസിക്കുക എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, RRB നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്ന നോട്ടീസാണ് 20/1/2021. നമുക്ക് ഇന്നത്തെ ഡേറ്റ് അറിയാം. ഇന്നിപ്പം ഫ്രഷ് ആയിട്ട് വന്നതാണ്. ചെന്നൈയുടെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെയും എല്ലാം സൈറ്റിൽ വൈകാതെ അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടില്ല. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തത് കൊൽക്കത്ത RRBയുടെ വെബ്സൈറ്റ് നിന്നുമാണ്. അപ്പോൾ എക്സാം എല്ലാം പടപടപടേ അങ്ങ് നടക്കുന്നുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പലരും RRB NTPC ടയർ 1 എഴുതി, പലർക്കും വളരെ നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. നമ്മുടെ കോഴ്സുകളെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നും പലരും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ RRB NTPC ടയർ 1 നിങ്ങൾ എന്താണോ പഠിച്ചത് അതെല്ലാം ഒന്നുകൂടി വൃത്തിയാക്കി, എക്സാം കഴിഞ്ഞവരോടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി വൃത്തിയാക്കി ടയർ 2 പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഏറെക്കുറെ എല്ലാ സബ്ജക്ട്സിൻ്റെയും കോഴ്സസ് അവൈലബിൾ ആണ്. NTPC സിലബസ് അനുസരിച്ച് ജോഗ്രഫി ഒഴികെ ബാക്കി എല്ലാ സബ്ജക്ട്സിനും നമ്മുടെ കയ്യിൽ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ടയർ 2 അതേ കോഴ്സുകൾ തന്നെ മതിയാവും. ഒന്നുകൂടി ഇൻഡെപ്തിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലുറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കുട്ടികൾ വളരെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കേട്ടോ. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. മാത്സ് ഒക്കെ എക്സാക്ട്ലി നമ്മൾ എന്താണോ പഠിച്ചത് അതൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യപേപ്പറുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സന്തോഷ വാർത്തയാണ്. പലരുടെയും ചങ്കിടിപ്പൊക്കെ കൂടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നിരിക്കൽ കൂടി പടപടപടയെന്ന് RRB കാര്യം നിൽക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ടയർ 1 കഴിഞ്ഞ് ഈ വർഷത്തിനകത്ത് തന്നെ ടയർ 2 അപ്പോയിൻമെൻറ്റ് ഓർഡറും എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. Thank you for watching Academies. Have a nice day.